Bivariate random variables concept നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു എന്താ ബൈവേരിയറ്റ് റാൻഡം വേരിയബിൾസ് എന്നൊക്കെ. അതേപോലെ ബൈവേരിയറ്റ് റാൻഡം വേരിയബിൾസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എങ്ങനെ എഴുതാമെന്നും നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കോൺസെപ്റ്റും ഡിസ്കസ് ചെയ്തിരുന്നു. പ്രോബ്ലംസ് ഒന്നും ചെയ്തിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ പ്രോബ്ലംസ് ആണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് വീഡിയോ ഒന്ന് എടുത്ത് നിങ്ങളൊന്ന് കോൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി വെക്കുക. ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻസ് നോർമൽ ഒരു സിംഗിൾ വേരിയബിളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ചെയ്തിരുന്നത്? ഒരു പർട്ടിക്കുലർ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എക്സിന്റെ വാല്യൂ 5നേക്കാൾ ചെറുതായിട്ടുള്ള ഫുൾ ആഡ് ചെയ്യും അല്ലേ? എക്സ് ഈക്വൽ ടു 5 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 4 പ്ലസ് അങ്ങനെ എത്ര വാല്യൂസ് നമുക്ക് അവൈലബിൾ ആയിരുന്നോ, ഏറ്റവും ലോവർ ലിമിറ്റ് എവിടെ ആയിരുന്നോ അവിടെ വരെ നമ്മൾ ഇത് ചെയ്യുമായിരുന്നു, പ്രോബബിലിറ്റി അതിൻ്റെ ആഡ് ചെയ്യുമായിരുന്നു. ഓക്കെ, അതായിരുന്നു നോർമലി നമ്മൾ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഓർ ജസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ചെയ്തുകൊണ്ട് വരുന്നത്. ഇവിടെ വരുമ്പോൾ എന്താകും? നമ്മൾ എക്സിൻ്റെ വൈയുടെയും കൂടെ ഒരുമിച്ച് കൺസിഡർ ചെയ്യണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം. ഗിവൺ പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി ഇൻറ്റു 2x plus 3y when x equal to 0, 1 and y equal to 1, 2 is a joint PMF of xy. Find C. First question നമുക്ക് C find out ചെയ്യണം. Then also write down the value of f of xy for x equal to 0, 1 and y equal to 1, 2. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്തായിരുന്നു സംഭവം? ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഓക്കെ, ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യം നമുക്ക് സി കാൽക്കുലേറ്റ് ചെയ്യണം. സി കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമേ ബാക്കി പ്രോബ്ലംസ് മുന്നോട്ട് പോകത്തുള്ളൂ. നമുക്കറിയാലോ ടോട്ടൽ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ടോട്ടൽ എക്സിന് എടുക്കാൻ പറ്റുന്ന പോസിബിൾ ആയിട്ടുള്ള എല്ലാ വാല്യൂസും വൈക്ക് കൊടുക്കാൻ പറ്റുന്ന പോസിബിൾ ആയിട്ടുള്ള എല്ലാ വാല്യൂസും എടുത്താൽ പി ഓഫ് എക്സ് വൈയുടെ സം എന്തായിരിക്കും? 1 ആയിരിക്കും. ഇത് നമ്മൾ പ്രോപ്പർട്ടീസിലും പഠിച്ചിട്ടുണ്ട്. ദെൻ പ്രോപ്പർട്ടീസിൽ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എക്സിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാണ്? 0 to 1, 0 and 1 രണ്ടും മാത്രമേ ഉള്ളൂ. വൈക്ക് പോസിബിൾ ആയിട്ടുള്ളതോ 1 and 2. Then x can take 0 and 1, y can take 1 and 2. Then p of xy equal to p of xy c into 2x plus 3y. This is equal to 1. ഇത് നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് എക്സിനും വൈക്കും കൊടുക്കാൻ പറ്റുന്ന പോസിബിൾ വാല്യൂസ് എല്ലാം കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എക്സിന് 0 കൊടുക്കുക. ദെൻ വൈക്ക് കൊടുക്കാൻ പറ്റുന്നത് ഏതൊക്കെയാണ്? 1ഉം 2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ എക്സിന് 1 കൊടുക്കുക. അതിനുശേഷം വൈക്ക് കൊടുക്കാൻ പറ്റുന്ന 1ഉം 2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x1 വരുമ്പോൾ y1, x1 വരുമ്പോൾ y2, അതേപോലെ x0 വരുമ്പോൾ y1, സെയിം x0 വരുമ്പോൾ y2. ഇങ്ങനെ ഈ 4 കേസസും നമ്മൾ ചെയ്യണം. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ തന്നെ പോകുന്നതായിരിക്കും ബെറ്റർ. എക്സിന് ആദ്യം ഒരു വാല്യൂ കൊടുക്കുക, ദെൻ വൈക്ക് പോസിബിൾ ആയിട്ടുള്ളതെല്ലാം കൊടുക്കുക, വീണ്ടും എക്സിന് നെക്സ്റ്റ് വാല്യൂ കൊടുക്കുക, എന്നിട്ട് വൈക്ക് പോസിബിൾ ആയിട്ടുള്ള എല്ലാ വാല്യൂസും കൊടുക്കുക. അപ്പം നമുക്ക് ആദ്യം സി കോൺസ്റ്റന്റ് പുറത്തെടുക്കട്ടെ. 2 ഇൻറ്റു എക്സിന് ആദ്യം കൊടുക്കാൻ പറ്റുന്ന വാല്യൂ എന്താണ്? 0 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പ്ലസ് 3 ഇൻറ്റു വൈക്ക് കൊടുക്കാൻ പറ്റുന്ന ഫസ്റ്റ് വാല്യൂ 1 കൊടുത്തു. അപ്പോൾ ഒരു സെറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. പ്ലസ് കംപ്ലീറ്റ് ആയിട്ടില്ല. അഗെയിൻ എക്സ് 0 തന്നെ 2 കാരണം ഇവിടെ വൈക്ക് ഒരു വാല്യൂയുടെ റിമൈനിങ് കിടപ്പുണ്ട്. 2 ഇൻറ്റു 0 പ്ലസ് 3 ഇൻറ്റു 2. ഓക്കെ, അതായത് എക്സിന് 0 കൊടുത്തു, ദെൻ വൈക്ക് കൊടുക്കാൻ പറ്റുന്ന നെക്സ്റ്റ് വാല്യൂ 2 കൊടുത്തു. അപ്പോൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. അടുത്തത് വൈക്ക് മാക്സിമം വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യാം? എക്സിൻ്റെ നെക്സ്റ്റ് വാല്യൂ എടുക്കാം. 2 ഇൻറ്റു 1 എക്സിന് എടുക്കാൻ പറ്റുന്ന നെക്സ്റ്റ് വാല്യൂ 1. ദെൻ വൈക്ക് പോസിബിൾ ആയിട്ടുള്ള എല്ലാം കൊടുക്കാം. 3 ഇൻറ്റു 1 പ്ലസ് എല്ലാ കോമ്പിനേഷൻസും നമ്മൾ ട്രൈ ചെയ്യണം. 3 ഇൻറ്റു 2. അപ്പം ഈ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒന്നും മിസ്സാവില്ല. ദിസ് ഈസ് ഈക്വൽ ടു 1. ദാറ്റ്സ് ഈക്വൽ ടു സി into 3 plus 6 plus 5 plus 8. This is equal to 1. അപ്പോൾ ഇതിൻ്റെ സം എടുക്കുമ്പോൾ എന്ത് വരും? 14 plus 8. 14 plus 8 എന്ന് പറയുന്നത് c into 22. This is equal to 1. Therefore, C equal to 1 by 22. അപ്പോൾ സിയുടെ വാല്യൂ ആയല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത്? സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മുടെ പി ഓഫ് എക്സ് വൈ ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യുക. അതിനുശേഷം എഫ് ഓഫ് എക്സ് വൈ കാൽക്കുലേറ്റ് ചെയ്യാം. Therefore, P of xy equal to 1 by 22 into
2x plus 3y അല്ലേ, 2x plus 3y. ഇനി നമുക്ക് f of xy ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. f of xy നോർമലി ഇങ്ങനെ എഴുതാറുണ്ട്, നമ്മൾ ഇങ്ങനെയും കാണിക്കാറുണ്ട്. സോറി, സഫിക്സിൽ xyയും ബ്രാക്കറ്റിൽ xyയും. അല്ലാതെ നമുക്ക് എഴുതാം f of xy. അപ്പോൾ എക്സിന് ആദ്യം കൊടുക്കാൻ പറ്റുന്ന വാല്യൂ ഏതാണ്? എക്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 and 1, വൈയുടെ റേഞ്ച് എന്ന് പറയുന്നത് 1 and 2. ദെൻ എക്സിന് ഞാൻ 0 കൊടുക്കുന്നു, അതേപോലെ വൈക്ക് 1 കൊടുക്കുന്നു. ഇങ്ങനെ നമ്പേഴ്സ് ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് സഫിക്സിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് വേരിയബിൾസ് ഏതൊക്കെയെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ. ദാറ്റ് മീൻസ് നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച്, ഡെഫിനിഷൻ അനുസരിച്ച് എങ്ങനെ എഴുതാം? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അല്ലെ, എക്സിന് 0യേക്കാൾ മുന്നുള്ള എല്ലാത്തിനെയും കൂടെ പ്രോബബിലിറ്റി ആഡ് ചെയ്യുക, വൈക്ക് 1ഉം വൈനേക്കാൾ താഴെയായിട്ടുള്ള എല്ലാത്തിൻ്റെയും പ്രോബബിലിറ്റി ആഡ് ചെയ്യുക. ആകെപ്പാടെ ഒരു പോസിബിലിറ്റി ഇവിടെ ഉള്ളൂ, എക്സ് 0യും വൈ 1ഉം വരിക. എക്സിന് 0യേക്കാൾ താഴോട്ടുള്ളതിൻ്റെ എല്ലാം പ്രോബബിലിറ്റി എന്താണ്? 0. വൈക്ക് 1നേക്കാൾ താഴോട്ടുള്ളതിൻ്റെ എല്ലാം പ്രോബബിലിറ്റി എന്താണ്? 0. അപ്പോൾ ഇവിടെ ഓരോ ഓപ്ഷനേ ഉള്ളൂ, പി ഓഫ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് വൈ ഈക്വൽ ടു 1. ഇത് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ എക്സ് 0യും വൈ 1ഉം കൊടുക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? 1/22 ഇൻറ്റു 2 ഇൻറ്റു 0 പ്ലസ് 3 ഇൻറ്റു 1 അല്ലേ. 2ന് 0 കൊടുത്തു, 3ക്ക് 1ഉം കൊടുത്തു. ദിസ് ഇസ് ഈക്വൽ ടു 1/22 ഇൻറ്റു 3, ദാറ്റ്സ് ഈക്വൽ ടു 3/22. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് കിട്ടി 3/22. ഇനി നെക്സ്റ്റ് വൺ എക്സ് വൈ ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യം 0 തന്നെ കൊടുക്കുന്നു, എക്സിന് 0 കൊടുത്ത് വൈക്ക് പോസിബിൾ ആയിട്ടുള്ള എല്ലാം കൊടുക്കുന്നു. ദിസ് ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഇവിടെ നമുക്ക് ഏതൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്? എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂ 0യും 1ഉം, വൈക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂ 1ഉം 2ഉം ആയിരുന്നു. അപ്പൊ ഇവിടെ വരിക പി ഓഫ് എക്സ് ഈക്വൽ ടു 0 മസ്റ്റ് ആണ് അല്ലെ, 0 എന്താണേലും വരും. അതേപോലെ y ലെസ് ദാൻ 2 എന്ന് പറയുമ്പോൾ 1 നമുക്ക് എടുത്തൂടെ, വൈക്ക് 1 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ 1ഉം വരാം 2ഉം വരാം. അടുത്തത് പി ഓഫ് എക്സിന്റെ വാല്യൂ സ്റ്റിൽ 0 തന്നെ, കാരണം ലെസ് ദാൻ 0 വരുന്ന വേറെ വാല്യൂസ് ഒന്നും ഇല്ല എക്സിന്. അടുത്തത് വൈക്ക് എടുക്കാൻ പറ്റുന്ന നെക്സ്റ്റ് വാല്യൂ 2. ഓക്കെ, പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നമുക്ക് ആകെപ്പാടെ ഒറ്റ പോസിബിലിറ്റിയോട് എക്സ് 0 ആവുക. പി ഓഫ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്ന ഈ സെക്കൻഡ് കണ്ടീഷൻ വരുമ്പോൾ എന്തൊക്കെയുണ്ട്? വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ വൈക്ക് 1ഉം വരാം 2ഉം വരാം. അപ്പോൾ ഇതിൻ്റെ രണ്ട് കോമ്പിനേഷൻ നമ്മൾ എടുക്കുന്നു, 0, 1 ആൻഡ് 0, 2. വേണമെങ്കിൽ ഇച്ചിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് വൈ ഈക്വൽ ടു 1 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് വൈ ഈക്വൽ ടു 2 ഇങ്ങനെ വേണമെങ്കിലും കാണിക്കാം. ഓക്കെ, അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? 1/22 പി ഡി എഫ് വരിക, പി എം എഫ് വരിക 1/22 2x പ്ലസ് 3y എന്നായിരുന്നു. അപ്പോൾ എന്തോരും? 1/22 2 ഇൻറ്റു 0 പ്ലസ് 3 ഇൻറ്റു 1. അപ്പോൾ ഈ സെക്ഷൻ ഫുൾ കഴിഞ്ഞു. പ്ലസ് ഇനി ഇതിൻ്റെ എഴുതാം 1/22 എക്സ് സ്റ്റിൽ 0, 2 ഇൻറ്റു 0 പ്ലസ് y എന്താണ്? 2 ആണ്. അപ്പം വൈക്ക് വരെ ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? 2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്ത് വന്നു? നമുക്കിവിടെ 3/22 പ്ലസ് 6/22 എന്നായില്ലേ, ദാറ്റ്സ് ഈക്വൽ ടു 9/22. രണ്ട് കേസസും ആയല്ലോ. ഇനി നെക്സ്റ്റ് വൺ, അപ്പോൾ 0 എക്സിന് 0യും ആയി, വൈക്ക് രണ്ട് വാല്യൂസും 1ഉം 2ഉം നമ്മൾ കൊടുത്തു. അടുത്ത് ഇനി എന്താ വരിക? എക്സിന് 1 കൊടുക്കുക, അടുത്ത എക്സിന് 1 കൊടുക്കുക, ഇനി വൈയുടെ ഫസ്റ്റ് വാല്യൂ 1. ദാറ്റ് മീൻസ് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ വാല്യൂസ് കൺസിഡർ ചെയ്യാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ അവിടെ 0യും വരും 1ഉം വരും. വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ആകെപ്പാടെ 1 മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഈ രണ്ട് കോമ്പിനേഷൻ നമ്മൾ എടുക്കണം. അതായത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വരുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ പോസിബിൾ ആയിട്ടുള്ള 0യും 1ഉം ആണല്ലോ, അപ്പോൾ അത് രണ്ടും കൺസിഡർ ചെയ്തേ പറ്റൂ. വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ വൈയുടെ വാല്യൂ 1ഉം 2ഉം ആണ്, 1നേക്കാൾ താഴേക്ക് ഒന്നുമില്ല, അതുകൊണ്ട് വേറെ ഒന്നും എടുക്കണ്ട.
അപ്പോൾ ഏതൊക്കെ കോമ്പിനേഷൻ നമുക്ക് പറ്റും? പി ഓഫ് 0 1 പോസിബിൾ ആണ്, കാരണം വൈയുടെ വാല്യൂ 1. അടുത്ത എന്താ? എക്സിന് നെക്സ്റ്റ് വാല്യൂ എടുക്കാം. പി ഓഫ് 1 1 പോസിബിൾ ആണ്. എക്സിന് 1ഉം ഇവിടെ വരുമ്പോൾ എക്സിന് എടുക്കാൻ പറ്റുന്നത് 0 1ഉം വൈക്ക് 1 മാത്രം. അപ്പോൾ ആദ്യം 0യും 1ഉം എടുത്തു, അതാണ് ആദ്യം എടുത്തേക്കുന്നത്. സോറി, ഇവിടെ സെൻറ്ററിൽ പ്ലസ് ആണ് കൊടുക്കേണ്ടത്. പിന്നെ അടുത്ത ഏതാ? എക്സിന് 1ഉം വൈക്ക് 1 തന്നെ, അത് രണ്ടും കൂടെ നമ്മൾ കൊടുത്തു. ഇനി ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തരും 1/22 2 into 0 plus 3 into 1 plus 1/22 2 into 1 plus 3 into 1. Okay, 1/22 3 okay, ഇങ്ങനെയാണെങ്കിൽ 3/22 plus 5/22. That means 5 plus 3 8, 8/22. അപ്പോൾ അടുത്തതും കിട്ടിയല്ലോ. ഓക്കെ, ഒരെണ്ണം നമുക്ക് കിട്ടിയത് 8/22, വേറൊരെണ്ണം നമുക്ക് കിട്ടിയത് 9/22, പിന്നെ അതിന് തൊട്ട് മുന്നൊരെണ്ണം കിട്ടിയത് 3/22. 3 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരെണ്ണം ഇവിടെ ഉണ്ട് ബാക്കി. അടുത്തത് എന്താണ്? എഫ് ഓഫ് എക്സ് വൈ, എക്സിന് 1, എക്സിന് 0, എക്സിന് 1, വൈക്ക് 2 അല്ലേ? ഏതൊക്കെ കോമ്പിനേഷൻ പറ്റുമായിരുന്നു നമുക്ക്? എക്സ് 0 1ഉം വൈ 1ഉം 2 അല്ലേ? അപ്പോൾ 0യും 1ഉം നമ്മളെടുത്തു, 1ഉം 1ഉം നമ്മളെടുത്തു അല്ലേ? 0യും 2ഉം നമ്മളെടുത്തു. ഇനിയിപ്പോൾ ഏതാ വരുന്നത്? 1ഉം 2ഉം കൂടെ കോമ്പിനേഷൻ. എല്ലാ കോമ്പിനേഷൻസ് 4 വരും, 4 ചെയ്യാം. This is equal to P of x less than or equal to 1 and y less than or equal to 2. x less than or equal to 1 എന്ന് പറയുമ്പോൾ എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂ 0യും 1ഉം, 1ഉം 1നും താഴോട്ടുള്ള, പിന്നെ എക്സിന് പോസിബിൾ ആയിട്ട് ഒരു 0 ഇവിടെ ഉണ്ട്. വൈക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂ എന്താ? വൈയുടെ വാല്യൂ 1ഉം 2ഉം. അപ്പോൾ രണ്ടും നമ്മൾ എടുക്കണമല്ലോ, 2ഉം 2നെക്കാൾ ലെസ് ആണല്ലോ. ഏതൊക്കെ കോമ്പിനേഷൻസ് പറ്റും? പി ഓഫ് 0 1 പറ്റും അല്ലേ? 0യും 1ഉം ഞാൻ കൺസിഡർ ചെയ്യുന്നു. അടുത്തത് 0യും 2 കൺസിഡർ ചെയ്യുന്നു. അങ്ങനെ 0യുടെ കേസ് ഫുൾ കഴിഞ്ഞു. അടുത്ത എന്താണ്? 1ഉം 1ഉം കൺസിഡർ ചെയ്യുന്നു. ദെൻ പി ഓഫ് 1 2. 4 കേസസും എടുത്തു. പി ഓഫ് 0 1 എന്ന് പറയുമ്പോൾ എന്ത് വരും? 1/22 into 2 into 0 plus 3 into 1 plus 1/22 into 2 into 0 plus 3 into 2. വൈക്ക് 2 കൊടുത്തു, എക്സിന് 0 തന്നെ, പ്ലസ് 1/22. 1/22 കോമൺ ആയിട്ട് ഫ്രണ്ടിൽ അങ്ങ് എഴുതുവാണെങ്കിൽ അത്രയും കൂടെ സ്റ്റെപ്സ് കുറഞ്ഞിരിക്കും. 2 into 1 plus 3 into 1. അപ്പോൾ ഇക്വേഷൻ എല്ലായിടത്തും സെയിം തന്നെയാണ്. നമ്മുടെ 1/22 2x plus 3y തന്നെയാണ്. ലാസ്റ്റ് വൺ എന്താണ്? 1/22. 3 കേസ് നമ്മൾ കൊടുത്തുള്ളൂ, 1 2 ആണ് വരേണ്ടത്. അപ്പോൾ എക്സിന് 1 ആൻഡ് വൈക്ക് 2. അപ്പോൾ ഇത് ഫുള്ള് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുക ഫസ്റ്റ് വൺ 3/22, നെക്സ്റ്റ് വൺ 6/22, next one 2 plus 5/22, the last one 6 plus 2 8/22. This is equal to 3 plus 6 9, 9 plus 5 14 plus 8 22/22. This is equal to 1. അപ്പോൾ ടോട്ടൽ തന്നെ ലാസ്റ്റ് കിട്ടി. മാക്സിമം എടുക്കുമ്പോൾ ടോട്ടൽ 1 വരണമെന്നായിരുന്നല്ലോ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ സാധാ പ്രോബ്ലം ചെയ്തപ്പോഴും ചെയ്തിട്ടുണ്ടായിരുന്നു, ആ കേളി ബ്രാക്കറ്റ് ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഫൈനൽ വരുന്ന സാധനം നമ്മളെപ്പോഴും 1 ആയിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്, മീൻസ് മാക്സിമം അതായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. സെയിം കോൺസെപ്റ്റ് തന്നെ ഇവിടെ നമുക്ക് ഫൈനൽ 1 കിട്ടി. ഓക്കെ, അപ്പോൾ 4 ഡേറ്റ, 4 എണ്ണത്തിന് ക്യുമുലേറ്റീവ് ഫങ്ഷൻസ്, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമ്മൾ എഴുതി. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻസ്, ഈ പ്രോബ്ലം. ഇതേപോലെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇത് എക്സും വൈയും തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ എക്സിൻ്റെ വൈയുടെ സമ്മ് വരുന്നതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഒക്കെ എഴുതാൻ നമ്മളോട് പറയാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, let x and y are two discrete random variable with joint probability distribution x plus 2y by 27
എക്സ് വൈ ഈക്വൽ ടു 0 1 2. എക്സിന്റെ വാല്യൂ 0 1 2, വൈയുടെ വാല്യൂ 0 1 2 ആൻഡ് 0 അതർവൈസ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റാൻഡം വേരിയബിൾ z ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. നമ്മളോട് പറഞ്ഞേക്കുന്ന പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന് ഇസഡിന്റെ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നേരത്തെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ സാധാരണ എഴുതുമായിരുന്നല്ലോ, ഇസഡിൻ്റെ എക്സിൻ്റെ വാല്യൂ 1 2 3 വരുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് എന്താ പി ഓഫ് എക്സ് വരുന്നതെന്നൊക്കെ ആ സെയിം സാധനം. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതേപോലെ മസ്റ്റായിട്ട് എഴുതിയിരിക്കണം. ഫസ്റ്റ് നമുക്ക് ഒരു കാര്യം ചെയ്യാം, ജോയിന്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. ഇതിൻ്റെ കോമൺ ആയിട്ടാണ് തന്നേക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഴുതാം, ഡിസ്ട്രിബ്യൂഷൻ എഴുതാം. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ എഴുതാന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷൻ ആയിട്ടല്ലേ തന്നേക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ വൈയുടെ വാല്യൂ കൊടുത്ത് ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താണോ നമുക്ക് കിട്ടുന്ന പ്രോബബിലിറ്റി, നമ്മളിത് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ബൈവേരിയേറ്റ് പറഞ്ഞപ്പോൾ. അപ്പോൾ എക്സിന് എടുക്കാൻ പറ്റുന്ന പോസിബിൾ ആയിട്ടുള്ള വാല്യൂ ഏതൊക്കെയാ? 0 1 and 2. അപ്പോൾ എക്സിന് പോസിബിൾ ആയിട്ടുള്ളതെല്ലാം ഞാനിവിടെ കാണിക്കുന്നു, വൈക്ക് പോസിബിൾ ആയിട്ടുള്ളതെല്ലാം താഴേക്ക് കാണിക്കുന്നു. വൈക്കും പോസിബിൾ ആയിട്ടുള്ള എന്താ? 0 1 and 2. ഫസ്റ്റ് കേസ് നമുക്കിപ്പോൾ 3 എണ്ണം വെച്ചിട്ട് വരുമ്പോൾ കമ്പൈൻ ചെയ്ത് എഴുതാൻ ആദ്യം 0 0 വരണം, പിന്നെ 0 1 വരണം, പിന്നെ 0 2 വരണം, പിന്നെ 1 1 എടുക്കണം, പിന്നെ 1 2 എടുക്കണം, സോറി 1 0 പറഞ്ഞില്ല അല്ലേ, 1 0 എടുക്കണം, 1 1 എടുക്കണം, 1 2 എടുക്കണം, പിന്നെന്താ 2 0 എടുക്കണം, 2 1 എടുക്കണം, 2 2 എടുക്കണം. അപ്പോൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി പോകുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു, ഇതേപോലെ കോളം വരച്ച് ചെയ്യുന്നു. കോളം വരച്ച് എല്ലാ ഡേറ്റാസും എഴുതുന്നു. ദെൻ ആദ്യത്തെ കേസ് എന്താ? എക്സ് 0യും വൈ 0യും. എക്സ് 0യും വൈ 0യും വരുമ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താ എഴുതിയിരിക്കുന്നത്? എക്സ് പ്ലസ് 2y ബൈ 27. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോബബിലിറ്റി എന്തായിരിക്കും? എക്സ് 0 വൈയും 0 ബൈ 27 ദാറ്റ്സ് ഈക്വൽ ടു 0. അടുത്തത് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് എഴുതാം. ഞാനിവിടെ എക്സ് 0യും വൈ 1ഉം എടുക്കുന്നു. എക്സ് 0യും വൈ 1ഉം കൺസിഡർ ചെയ്യുന്നു. എക്സ് 0യും വൈ 1ഉം ആകുമ്പോഴുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? നമുക്ക് 0 പ്ലസ് 2 ഇൻറ്റു 1 ബൈ 27 ദാറ്റ്സ് ഈക്വൽ ടു 2 ബൈ 27 അല്ലേ. അടുത്തതിന് അടുത്ത സെക്ഷൻ എക്സ് 0യും വൈ 2. എക്സ് 0യും വൈ 2 എന്ന് പറയുമ്പോൾ എക്സ് സ്റ്റിൽ 0 ആൻഡ് വൈ 2 ഇൻറ്റു 2 ബൈ 27 ദാറ്റ്സ് ഈക്വൽ ടു 4 ബൈ 27. ഇങ്ങനെ ചെയ്യാൻ ഇച്ചിരി കൂടി ഈസി ആയിരിക്കും നിങ്ങൾക്ക്. അല്ലാതെ ഓരോ കോമ്പിനേഷൻ വെച്ച് ചെയ്യണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അടുത്തത് അപ്പോൾ എക്സിൻ്റെ എല്ലാ കോമ്പിനേഷനും കഴിഞ്ഞല്ലോ. ഇനി ഏതാ? എക്സ് 1 വൈയുടെ വാല്യൂ ചേഞ്ച് ചെയ്യാം. വൈയുടെ വാല്യൂ ആദ്യം നമുക്ക് 0 കൊടുക്കാം. അപ്പോൾ എന്ത് വരും? വൈയുടെ വാല്യൂ 0 വരുമ്പോൾ 1 ബൈ 27. അടുത്തത് എക്സ് സ്റ്റിൽ 1 വൈയുടെ വാല്യൂ 1 വരും. അപ്പോൾ എന്ത് വരും? 2 പ്ലസ് 1 3 ബൈ 27. അടുത്തത് വൈക്ക് എടുക്കാൻ പറ്റുന്ന പോസിബിൾ വാല്യൂ 2 ആണ്. അപ്പോൾ എന്ത് തോന്നുന്നു? എക്സ് സ്റ്റിൽ 1 5 ബൈ 27. ഇതേപോലെ അടുത്ത കോളൂടെ നമുക്ക് കംപ്ലീറ്റ് ആക്കാം. അടുത്ത കോള് ഇതേ പാറ്റേണിൽ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് 2 ബൈ 27 ആൻഡ് 4 ബൈ 27. ലാസ്റ്റ് 1 വരുമ്പോൾ എക്സ് 2ഉം വൈയും 2ഉം. അപ്പോൾ എന്ത് വരും അല്ലേ? എക്സ് 2ഉം വൈയും 2ഉം. 2 പ്ലസ് 4 ബൈ 27 6 ബൈ 27. കട്ട് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. ഐ മീൻ ടേബിളിലുണ്ടെങ്കിൽ സിംപ്ലസ്റ്റ് ഫോം ആക്കണ്ട. കാരണം ചിലപ്പം നമുക്ക് സം ഒക്കെ എടുക്കണമെങ്കിൽ സിംപ്ലസ്റ്റ് ഫോം ആക്കി കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇനി നമുക്ക് എന്താ വേണ്ടേ? ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇസഡ്. ഇസഡ് എന്ന് പറയുന്നത് എന്താ? എക്സ് പ്ലസ് വൈ. അപ്പം ഇസഡിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഇസഡിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എഴുതണം. എക്സിന് പറ്റുന്ന വാല്യൂ 0 1 and 2. വൈക്ക് പറ്റുന്ന വാല്യൂ എന്തായിരുന്നു? സെയിം 0 1 and 2. അങ്ങനെയാണെങ്കിൽ ഇസഡിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാണ്? 0 പ്ലസ് 0 അത് 0 തന്നെ. അതേപോലെ 0 പ്ലസ് 1 ദാറ്റ്സ് ഈക്വൽ ടു 1. 0 പ്ലസ് 2 ദാറ്റ്സ് ഈക്വൽ ടു 2. ദെൻ 1 പ്ലസ് 0 എക്സ് 1ഉം വൈ 0. അപ്പോൾ 1 ഓൾറെഡി എഴുതിയേക്കുന്നതോടെ ഞാൻ വിടുന്നു. 1 പ്ലസ് 1 പ്ലസ് 1 എന്ന് പറയുന്നത് 2. എക്സ് 1ഉം വൈ 1ഉം. 2ഉം ഓൾറെഡി എഴുതിയേക്കുന്നതുകൊണ്ട് ഞാനത് വിടുന്നു. അടുത്തത് 2 പ്ലസ് 1 ഉണ്ടല്ലോ. 2 പ്ലസ് 1 എന്ത് വരും? 3.
അപ്പോൾ ഇത്ര സെക്ഷൻ കഴിഞ്ഞു. ഇനി ഏതാ? സീറോയും അടുത്ത നമുക്ക് സീറോയും 2 കൂടെ നോക്കാം. 2 തന്നെ. അടുത്ത 2ഉം 1 കൂടെ നോക്കാം. 3. അത് നമ്മൾ വീണ്ടും എഴുതുന്നില്ല. 2ഉം 2 കൂടെ എന്തോരും? 4. അപ്പൊ ഇസഡിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത് എന്തൊക്കെയാ? 0, 1, 2, 3 and 4. ഇതിന് കറസ്പോണ്ടിങ് ഉള്ള പ്രോബബിലിറ്റി വേണം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇസഡിന്റെ പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് എടുത്തത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇസഡിന് വാല്യൂസ് എടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആദ്യം x0, x+1 ആണല്ലോ, പിന്നെന്താ ഉള്ളത്? 0 + 2, then 0 + 0. ഇത്ര ഓപ്ഷൻസ് നമ്മൾ എടുത്തു. പിന്നെ എക്സിന് അടുത്ത വാല്യൂ ഇട്ട് കൊടുത്തു 1 + 1, 1 + 0 and 1 + 2. അടുത്ത എക്സിന് അടുത്ത വാല്യൂ ഇട്ടു 2 + 0, 2 + 1 and 2 + 2. അപ്പോൾ റെപ്പറ്റീഷൻ അവോയ്ഡ് ചെയ്യാം. 0, 0 വന്നു, അതുപോലെ 1 വന്നു, ഇവിടെയും 1 വരും, ദെൻ 2 വന്നു, ഇവിടെയും 2 വന്നു. ഓക്കെ, പിന്നെ 3 വന്നു, again 2, 3 വന്നു, 4. അങ്ങനെ റെപ്പറ്റീഷൻ അവോയ്ഡ് ചെയ്ത് നമ്മൾ എഴുതുന്നു. ഇസഡിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് എല്ലാം എഴുതി. ഇനി ഓരോന്നും ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഫസ്റ്റ് എന്താ? P of Z = 0. ഇസഡിന് 0 വരിക എന്ന് വെച്ചാൽ എന്താ മീനിങ്? ഇസഡിന് എപ്പോഴൊക്കെയായിരുന്നു 0 വന്നേ? എക്സിനും വൈക്കും 0 വരുമ്പോഴല്ലേ ഇസഡ് 0 വരത്തുള്ളൂ. ദാറ്റ് മീൻസ് x = 0 and y = 0. എക്സും വൈയും 0 ആകുമ്പോൾ, എക്സും വൈയും 0 ആകുമ്പോഴുള്ള പ്രോബബിലിറ്റി എന്താ? 0. That's equal to 0. അടുത്ത കേസ് P of Z = 1. Z = 1 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട്? ഒന്നെങ്കിൽ x0, y1 അല്ലേ? അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്താ? y0, ആദ്യം x എഴുതാം. x1, y0. ഓക്കെ, this is equal to P of x0, y1. x0യും y1ഉം ആകുമ്പോഴുള്ള പ്രോബബിലിറ്റി 2/27. x1ഉം y0യും, x1ഉം y0യും ഇതാണല്ലോ. x-ന് 1ഉം y-ക്ക് 0യും, y = 0 വരുന്ന ഇവിടെ, x-ന് 1 വരുന്ന ഇത് 1/27. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3/27. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡിനോമിനേറ്റേഴ്സ് അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് ഫോം ഒന്നും ആക്കണ്ട, ചെയ്യാൻ ഈസി ഇതായിരിക്കും. Then P of Z = 2. Z 2 വരികയെന്ന് വെച്ചാൽ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്? P of x0, y2 അല്ലേ? എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂ 0, 1, 2 ആൻഡ് വൈക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂ 0, 1 and 2. അടുത്ത ഓപ്ഷൻ എന്താ? x1 അതേപോലെ y1. അപ്പൊ സം എടുക്കുമ്പോൾ 2 അല്ലേ വരുന്നേ? ഇനി അടുത്ത് വരുന്ന ഓപ്ഷൻ എന്താ? P of x2 and y0. ഓക്കെ, ഈ മൂന്നെണ്ണത്തിൻ്റെയും കൂടെ സം എന്ത് വരും? x0, y2, x0, y2. എക്സിന് 0 ഇവിടെ, വൈക്ക് 2 വരുന്ന ഇവിടെ, 4/27. അപ്പോൾ 4/27 എല്ലായിടത്തും സെയിം ആയിട്ട് ഞാൻ അതേപോലെ ഇടുന്നു. അടുത്തത് x1, y1. x1 എന്ന് പറയുമ്പോൾ ഇത്, y1 എന്ന് പറയുമ്പോൾ ഈ കേസ്. രണ്ടിനോട് കോമൺ ആയിട്ട് വരുന്നത് 3/27. 3. അടുത്തത് x2, y0. x2 എന്ന് പറയുമ്പോൾ ഇത്, y0 എന്ന് പറയുമ്പോൾ this one. രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് 2/27. അപ്പോൾ എന്ത് തോന്നുന്നു? 9/27. ഓക്കെ, Z 2 വരുമ്പോൾ കിട്ടി. നെക്സ്റ്റ് വൺ P of Z = 3. P of Z = 3 എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട്? y3 ഇല്ലല്ലോ. അപ്പൊ x1, y2. കാരണം y-യുടെ റേഞ്ച് മാക്സിമം പോകാൻ പറ്റുന്നത് 2 വരെയാണ്. അപ്പൊ x0, y3 എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. പ്ലസ് അടുത്തത് എന്താ? x2, y1. അടുത്തത് x3, y0 എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. സോ നമുക്ക് ഇനി എങ്ങനെ എഴുതാം? എന്തൊക്കെയാണ്? x1ഉം y2ഉം വരിക. x1 വരുന്നത് ഇവിടെ, y2 വരുന്നത് ഇത്. രണ്ടുകൂടെ കോയിൻസൈഡ് ചെയ്യുന്നിടത്ത് 5/27. 5/27. അടുത്തത് x2, y1. x2 എന്ന് പറയുമ്പം ഈ വാല്യൂ, y1 എന്ന് പറയുമ്പം this one. ഇത് രണ്ടുകൂടെ കോയിൻസൈഡ് ചെയ്യുന്നിടത്ത് 4/27.
ദാറ്റ്സ് ഈക്വൽ ടു 9/27. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ 3 വരെയുള്ളൂ അല്ലേ. അടുത്ത ഇസഡ് ഈക്വൽ ടു 4 കൂടെ കാൽക്കുലേറ്റ് ചെയ്യുക. ഇസഡ് 4 വരികയെന്ന് വെച്ചാൽ എക്സ് ഈക്വൽ ടു 2 ആൻഡ് വൈ ഈക്വൽ ടു 2. അത് മാത്രം ഓപ്ഷനല്ലേ ഉള്ളൂ. എക്സ് 2ഉം വൈ 2ഉം വരിക എന്ന് പറയുമ്പോൾ എക്സിന് 2 വൈക്ക് 2 ഇതല്ലേ 6/27. 6/27. അപ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എഴുതണം. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇസഡ്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇസഡ് എന്തൊരു ഇസഡിനെ എടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയായിരുന്നു? 0 ഇല്ലായിരുന്നു നമ്മളെടുത്തപ്പോൾ. 0 ഉണ്ടായിരുന്നു. 0, 1, 2, 3 and 4. 0 വന്നപ്പോൾ നമുക്ക് കിട്ടിയ പ്രോബബിലിറ്റി ഇസഡ് എന്തായിരുന്നു? ഇസഡിന്റെ പി ഓഫ് ഇസഡ് എന്താണ്? 0 തന്നെ. ഓക്കെ, ഇവിടെ 0 തന്നെ. അടുത്ത 3/27, അടുത്ത 9/27. അപ്പോൾ അത് നമുക്ക് എഴുതാം 3/27, അടുത്തത് 9/27, again 9/27, ലാസ്റ്റ് വൺ 6/27. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്തെഴുതുന്നത്? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം കുറച്ച് ലെങ്തിയാണ്. 2 fair dice are tossed simultaneously. 2 ഡൈ ഒരുമിച്ച് ടോസ് ചെയ്യുന്നു. ലെറ്റ് എക്സ് ഡിനോട്ട് ദ സം ഓഫ് ദ നമ്പേഴ്സ് ഷോൺ ബൈ ദ 2 ഡൈസ്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് നമ്പേഴ്സ്. 2 ഡൈസും 1 കാണിച്ചാൽ നമുക്ക് എന്തെഴുതാൻ പറ്റും? എക്സിന് വാല്യൂ 2 കൊടുക്കാൻ പറ്റും. അടുത്തത് ആൻഡ് വൈ ഡിനോട്ട് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദ ഡിഫറൻസ്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണത്ത് എക്സ് മൈനസ് വൈ ചെയ്യുക, അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ, അതായത് സൈൻ കൺസിഡർ ചെയ്യാതെ എടുക്കുക. ഇപ്പോൾ എക്സ് ഡൈ ത്രോ ചെയ്തപ്പോൾ എനിക്ക് എക്സിന് കിട്ടിയേക്കുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ ഡൈയിൽ കിട്ടിയേക്കുന്നത് 6ഉം രണ്ടാമത്തെ ഡൈ കിട്ടിയേക്കുന്നത് 1ഉം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 6 - 1 5. അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുമ്പോൾ മോഡുലസോട് എടുക്കുക. എന്താ സിമ്പിൾ മാറ്റർ അല്ല. അതായത് ഇപ്പം 1 - 6 ആണെങ്കിൽ 5 തന്നെ. ഓക്കെ, അപ്പോൾ y എന്ന് പറയുന്നത് എന്താ? അതിൻ്റെ ഡിഫറൻസിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ. obtain the joint probability masses of xy. ഓക്കെ, ജോയിന്റ് പ്രോബബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ എക്സ് ഈക്വൽ ടു 4ഉം അതേപോലെ y ഈക്വൽ ടു 2. ക്വസ്റ്റ്യൻസ് വരുന്നത് x ഈക്വൽ ടു 4 ഇന്റർസെക്ഷൻ y ഈക്വൽ ടു 2. പ്രോബബിലിറ്റീസ് ആണ്. ആൻഡ് x ഈക്വൽ ടു 8 ഇന്റർസെക്ഷൻ y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആൻഡ് പ്രോബബിലിറ്റി ഓഫ് x ലെസ് ദാൻ y. ഇത്രയുമാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ പറഞ്ഞു x ഈക്വൽ ടു ദ സം ഓഫ് നമ്പേഴ്സ് ഷോൺ. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും എക്സിന് കിട്ടേണ്ട വാല്യൂ? 2 ഡൈസും 1 1 കാണിക്കുക. അപ്പം അതിൻ്റെ സം എന്താ? 2. അടുത്ത ഒരു ഡൈ 1ഉം ഒരു ഡൈ 2ഉം കാണിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സമ്മ് 3. അടുത്ത 2 ഇത് 2 2 കാണിക്കുക. അപ്പം എന്തോന്നു? 4. അടുത്ത ഓപ്ഷൻ എന്താ? ഒരു ഡൈ 2 2നൊക്കെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഐ മീൻ 4 വരാൻ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. 1ഉം 3ഉം വരാം, 3ഉം 1ഉം വരാം. അങ്ങനെ അതത്ര ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ വരുന്നത് എന്താ? 5 വരാം, 6 വരാം, 7 വരാം, 8 വരാം, 9 വരാം, 10 വരാം, 11 വരാം, 12 വരാം. 12 എന്ന് പറയുമ്പോൾ 2 ഡൈസും 6ഉം 6ഉം കാണിക്കുക. അപ്പം നമുക്ക് 12 കിട്ടും. ഓക്കെ, 11 എന്ന് പറയുമ്പോൾ എന്താ? ഒരു ഡൈ 5ഉം അടുത്ത ഡൈ 6ഉം, അല്ലെങ്കിൽ ഫസ്റ്റ് ഡൈ 6ഉം സെക്കൻഡ് ഡൈ 5ഉം. നമ്മൾ ഇതേപോലത്തെ പ്രോബ്ലംസ് പ്രോബബിലിറ്റിയുടെ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തിരുന്നു. സം ഓഫ് 2 നമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പ്രോബബിലിറ്റി ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇതൊന്നും ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓക്കെ, അടുത്ത y എന്തായിരുന്നു? y ഈക്വൽ ടു അബ്സല്യൂട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പേഴ്സ്. Absolute difference between the numbers. Absolute difference between the numbers. അപ്പോൾ എന്തൊക്കെ വരാം? വൈക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂസ്. 2 ഡൈസും 1 1 കാണിച്ചാൽ എന്ത് വരും? 0 അല്ലേ? 1 - 1 0. അല്ലെങ്കിൽ 2 ഡൈസും 2 2 കാണിച്ചാൽ 0. അപ്പോൾ 2 2 അങ്ങനെ വരാൻ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. 2 - 2 0. പിന്നെന്താ ഓപ്ഷൻ ഉള്ളത്? 1 വരാലോ. 2 ഡൈസും ലൈക്ക് 6 5 വന്നു, ഇതിൻ്റെ ഡിഫറൻസ്, അല്ലെങ്കിൽ 5 6 വന്നു.
അല്ലെങ്കിൽ 1 2 വന്നു, 2 1 വന്നു, 3 1 വന്നു. ഇങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഇതിന്റെ എല്ലാം 3 1 അല്ലോ, 3 2 വന്നു, 2 3 വന്നു. ഇതിന്റെ എല്ലാം ഡിഫറൻസ് എന്താ? 1 അല്ലേ? അപ്പൊ 1 വരാം. പിന്നെന്താ വരാൻ പറ്റുന്നേ? 2 വരാം. 2 എന്ന് പറയുമ്പോൾ എങ്ങനെയാ? 2 എന്ന് പറയുമ്പം 3ഉം 1ഉം ആകാം, 4ഉം 2 ആവാം, 2ഉം 4ഉം ആകാം. ഓക്കെ, അല്ലെങ്കിൽ 6ഉം 4ഉം ആകാം. അങ്ങനത്തെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് ഒന്നും ഇപ്പം നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുമായിട്ട് ഈ പ്രോബ്ലത്തിന് വലിയ കണക്ഷൻ വരുന്നില്ല. അതുകൊണ്ട് എത്ര ഓപ്ഷൻസ് ഉണ്ടെന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഏതൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ 3 വരാം, 4 വരാം, 5 വരാം. മാക്സിമം വരാൻ പറ്റുന്ന 5 ആണല്ലോ. ഏതൊക്കെയായിരുന്നു? 6ഉം 1ഉം വരാം, അല്ലെങ്കിൽ 1ഉം 6ഉം കാണിക്കാം. ഇതാണ് മാക്സിമം വരാൻ. ഇത് കഴിഞ്ഞിട്ടൊന്നും പോസിബിൾ അല്ല. അപ്പൊ വൈക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂസും എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസും നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി ഓരോന്നും വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ നമുക്ക് എന്ത് ചെയ്യാം? ബോക്സ് വരച്ച് ചെയ്യാം ജോയിന്റ് പ്രോബബിലിറ്റി. അപ്പൊ എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് സം ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 2 3 എക്സെട്ര അപ് ടു 12. ഓക്കെ, വൈക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്ത് വരും? 0 1 2 എക്സെട്ര 5. ഇത്രയാണല്ലോ. അപ്പൊ ജോയിന്റ് പ്രോബബിലിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? ജോയിന്റ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞേക്കാൻ എക്സിന്റെയും വൈന്റെയും കൂടെ ജോയിന്റ് പ്രോബബിലിറ്റി ആണ് നമ്മളോട് ആദ്യം പറഞ്ഞേക്കുന്നത്. ജോയിന്റ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ആൻഡ് വൈ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യുന്നു, വൈ ഞാൻ താഴോട്ട് കാണിക്കുന്നു, എക്സിന്റെ വാല്യൂസ് കുറേ വാല്യൂസ് ഉണ്ട്. നമുക്ക് പോസിബിൾ ആയിട്ട് ഒത്തിരി വാല്യൂസ് ഇവിടെ കിട്ടും. കാരണം 12 വരെ എക്സിന്റെ വാല്യൂസ് പോകുന്നുണ്ട്. എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എല്ലാം നോട്ട് ചെയ്യാം, വൈക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എല്ലാം നോട്ട് ചെയ്യാം. എക്സിന് എടുക്കാൻ പറ്റുന്ന എന്തൊക്കെയാ? 2. എക്സ് ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കുന്നു, വൈ ഞാൻ താഴേക്ക് എടുക്കുന്നു. 2 3 4 5 6 7 8 9 10 11 12. അതേപോലെ വൈക്ക് എടുക്കാൻ പറ്റുന്ന ഏതൊക്കെ? 0 1 2 3 4 and 5. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. x2ഉം y0യും വരിക. x2 എന്ന് പറയുമ്പോൾ എന്താ? സമ്മ് 2ഉം ഡിഫറൻസ് 0യും വരിക. സമ്മ് 2ഉം ഡിഫറൻസ് 0യും എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതിക്കൂടെ? സമ്മ് 2 വരണമെങ്കിൽ 1 1 എടുത്തൂടെ? 1 + 1 2 അല്ലേ? അതേപോലെ ഇതിന്റെ ഡിഫറൻസ് എന്താ? 1 - 1 എന്താണ്? 0. അപ്പൊ ഇങ്ങനെ ഒരു കേസ് ഉണ്ട്. ദാറ്റ് മീൻസ് അതിന്റെ പ്രോബബിലിറ്റി എന്തോരും? ഔട്ട് ഓഫ് 36 എണ്ണമാണല്ലോ ഇവിടെ വരിക. രണ്ട് ഡൈ ഒരുമിച്ച് ടോസ് ചെയ്യുമ്പോൾ നമുക്ക് 36 പോസിബിൾ ഔട്ട്കംസ് ആണ് ഉണ്ടാവുന്നത്. ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പ്രോബ്ലംസും ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തോരും? ഒറ്റ കേസ് ഇതിനകത്ത് വരുന്നുള്ളൂ, 1/36. 1 1 വന്നാൽ മാത്രമേ ഇത് പോസിബിൾ ആവത്തുള്ളൂ. അടുത്തത് സമ്മ് 3യും ഡിഫറൻസ് 0യും വരാൻ പറ്റുമോ? സമ്മ് 3യും ഡിഫറൻസ് 0യും. സമ്മ് 3 എന്ന് പറയുമ്പോൾ 2 + 1 പറ്റും, 1 + 2 പറ്റും, ഇല്ലെങ്കിൽ വേറെ ഏതാ ഓപ്ഷൻസ് വരുന്നില്ല അല്ലേ? അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എപ്പോഴും 1 ആയിരിക്കും അല്ലെ? 2 - 1 അല്ലെങ്കിൽ 1 - 2 1 ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇതിനകത്തില്ല, സമ്മ് 3യും ഡിഫറൻസ് 0യും വരിക എന്നുള്ളത്. അടുത്ത സമ്മ് 4ഉം ഡിഫറൻസ് 4ഉം. സമ്മ് 4ഉം ഡിഫറൻസ് 4 എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് എടുത്തൂടെ? 0 2 പോസിബിൾ, 0 2 2 2 എടുത്തൂടെ? 2 2 രണ്ട് ഡൈസും 2 2 കാണിക്കുക. ഓക്കെ, അപ്പൊ 2 2 കാണിക്കുമ്പോൾ നമുക്ക് എത്ര പോസിബിൾ? ഇതിന്റെ 2 - 2 എന്താണ്? 0. അപ്പൊ നമുക്ക് ഒരു പോസിബിലിറ്റി ഉണ്ട്, 1/36. അടുത്തത് 5 എന്ന് പറയുമ്പോൾ സമ്മ് 5 വരണം. സമ്മ് 5 വരണമെങ്കിൽ 4 + 1 അല്ലെങ്കിൽ 1 + 4 ഇല്ലെങ്കിൽ പിന്നെ എന്താ 3 + 2 ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എങ്ങനെ പോയാലും നമുക്ക് 0 കിട്ടില്ല. അപ്പൊ ഇതിന്റെ ഒരു പാറ്റേൺ വരിക. അടുത്തത് വരിക 1/36 ആയിരിക്കും. ഓക്കെ, 8 വരുമ്പോഴും ഇതേ സെയിം കേസ്, 8ഉം 4 4 വരുമ്പോൾ നമുക്ക് 4 4 എടുക്കാലോ. സമ്മ് 8ഉം 4 - 4 0യും. അടുത്തത് 9 വരുന്ന കേസ് ഉണ്ടാവില്ല. 5 5 വരുമ്പോൾ 10 കിട്ടും. 11 വരുന്ന കേസ് ഉണ്ടാവില്ല. 6 6 വരുമ്പോൾ 12 കിട്ടും. 6 - 6 0യും കിട്ടും. അങ്ങനെ നമ്മൾ ഈ ഒരു ആദ്യത്തെ സെക്ഷൻ കംപ്ലീറ്റ് ആക്കി. അടുത്തതിനെ ഓക്കെ,
സമ്മ് 2ഉം ഡിഫറൻസ് 1ഉം. സമ്മ് 2ഉം ഡിഫറൻസ് 1ഉം എന്ന് പറയുമ്പോൾ ആകെ ഒറ്റ കേസുള്ളൂ 1 1. അതിൻ്റെ സം എന്താ 2 വന്നു. പക്ഷെ എൻ്റെ ഡിഫറൻസ് 1 വരുമോ? ഇല്ല, ഡിഫറൻസ് എപ്പോഴും 0 ആണ്. അപ്പോൾ ആദ്യത്തെ കേസ് പോസിബിൾ അല്ല. ഡിഫറൻസ് ഇവിടെ 1 വരണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഡിഫറൻസ് 1 വരില്ല. അടുത്ത സമ്മ് 3 ഡിഫറൻസ് 1ഉം. സമ്മ് 3 എന്ന് പറയുമ്പോൾ 2 + 1 പോസിബിൾ അല്ലേ? അതേപോലെ 1 + 2ഉം പോസിബിൾ അല്ലേ? 2 + 1ഉം 1 + 2ഉം പോസിബിൾ ആണ്. അപ്പൊ രണ്ടിടത്തും സമ്മ് 3 വരും. ഇതിന്റെ ഡിഫറൻസ് എടുത്താൽ എന്തായിരിക്കും വരിക? 1 ആയിരിക്കും വരിക. അബ്സല്യൂട്ട് വാല്യൂ ആയിട്ട് ഇവിടെ -1 നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അബ്സല്യൂട്ട് എന്ന് പറയുമ്പോൾ മൈനസിലാണ്ട് എടുത്താൽ മതി. അപ്പൊ എന്തോന്നു, രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, 2/36. അടുത്ത സമ്മ് 4 ഡിഫറൻസ് 1. സമ്മ് 4 എന്ന് പറയുമ്പോൾ 3 + 1 വരാം, 2 + 2 വരാം. ഓക്കെ, ഇതല്ലേ വരാൻ ചാൻസ് ഉള്ളൂ. ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 അല്ല. അപ്പൊ ഇത് 0. അടുത്ത സമ്മ് 5 ഡിഫറൻസ് 1. സമ്മ് 5 എന്ന് പറയുമ്പോൾ ഡിഫറൻസ് 1 വരണം അല്ലേ? സമ്മ് 5. അപ്പൊ എനിക്ക് 3 + 2 എടുക്കാം, 2 + 3 എടുക്കാം. പിന്നെ നമുക്ക് 4 + 1 ഉണ്ട്, 1 + 4 ഉണ്ട്. പക്ഷെ സമ്മ് 5 കിട്ടും. പക്ഷെ ഇവിടെ ഡിഫറൻസ് എന്താണ്? 1 അല്ല. ഡിഫറൻസ് ഇസ് നോട്ട് 1 ഹിയർ. ഇവിടെ 4 - 1 എന്തൊരു 3. 1 - 4 -3 അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ 3. അപ്പൊ ഈ രണ്ട് കേസസ് മാത്രമേ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, 4 + 1 അല്ലെങ്കിൽ 1 + 4 എന്തുകൊണ്ട് എടുക്കുന്നില്ല? ഇതിന്റെ ഡിഫറൻസ് 1 അല്ല. ഡിഫറൻസ് കൂടെ 1 ആയാലേ നമുക്ക് എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ 5 ഇവിടെ എത്ര എണ്ണം വന്നു? 2 കേസ്, 2/36. അടുത്ത എന്തോരം? 0. ദെൻ 7 വരുന്നിടത്തും 2/36. നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കുക. ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ ടൈം പോകുന്നതുകൊണ്ടാണ്. ഓക്കെ, ഞാനിതറിയാം ബാക്കിയുള്ള ടേംസ് പറയാത്തത്. ഏകദേശം കോൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് വൺ, 2ഉം 2ഉം. ഡിഫറൻസ് 2ഉം സമ്മ് 0ഉം പോസിബിൾ അല്ലല്ലോ? അല്ല. ഡിഫറൻസ് 2 വരിക എന്ന് പറയുമ്പോൾ നമുക്ക് 4ഉം 6ഉം ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അപ്പോൾ സം എന്ന് പറയുന്നത് 2 കിട്ടില്ല. സം 2 കിട്ടണമെങ്കിൽ 1 1 മാത്രമേ പോസിബിൾ ഉള്ളൂ. അടുത്തത് സമ്മ് 3 കിട്ടുക. സമ്മ് 3 കിട്ടുക 2 + 1 1 + 2. പക്ഷെ അതിന്റെ ഡിഫറൻസ് എന്താണ്? 2 ആണോ? അല്ല. അതിന്റെ ഡിഫറൻസ് എപ്പോഴും 1 ആയിരിക്കും വരിക. അപ്പൊ ഇവിടെ എന്ത് വരും? പ്രോബബിലിറ്റി 0. അടുത്തത് സമ്മ് 4ഉം ഡിഫറൻസ് 2ഉം. സമ്മ് 4ഉം ഡിഫറൻസ് 2 എന്ന് പറയുമ്പോൾ 3 + 1ഉം 1 + 3ഉം പോസിബിൾ അല്ലേ? 3 + 1 സമ്മ് 4 കിട്ടി. 3 - 1 ഡിഫറൻസ് എന്ത് വന്നു? 2 കിട്ടി. 1 + 3ക്കും സെയിം തന്നെ, സമ്മ് 4 കിട്ടും. ഡിഫറൻസ് 1 - 3 എന്ന് പറയുന്നത് എന്ത്? അബ്സല്യൂട്ട് എടുക്കുമ്പോൾ 2. അപ്പൊ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. എന്ത് കൊടുക്കാം? 2/36. ഓക്കെ, അടുത്തത് സമ്മ് 5ഉം ഡിഫറൻസ് 2 എന്ന് പറയുന്നത് പോസിബിൾ അല്ല. സമ്മ് 5 കിട്ടണമെങ്കിൽ 4 + 1 അല്ലെങ്കിൽ 3 + 2 ഇതൊക്കെ വരുന്നുള്ളൂ. ഇതിന്റെ ഡിഫറൻസ് ഒരിക്കലും 2 വരില്ല. ഓക്കെ, ഇനി അടുത്ത എന്താ? അടുത്തത് സമ്മ് 6ഉം ഡിഫറൻസ് 2ഉം. ഓക്കെ, അതും രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. സമ്മ് 6 വരിക എന്ന് പറയുമ്പോൾ 4 + 2 എടുക്കാലോ, 2 + 4 എടുക്കാലോ. ഇതിന് രണ്ടിന്റെ ഡിഫറൻസ് -2 അല്ലേ വരിക? അപ്പൊ ഇതിന്റെ ഇത് ഞാനങ്ങ് കംപ്ലീറ്റ് ആക്കുകയാണ്. ജസ്റ്റ് നിങ്ങൾ ഓരോ കേസസും ചെക്ക് ചെയ്യുക. ഓക്കെ, ഓരോ കേസസും ചെക്ക് ചെയ്യുക. എങ്ങനെയൊക്കെയാന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറയുന്നില്ല. അടുത്തത് 3യുടെ കേസ്. ഇവിടെ സമ്മ് 2ഉം 3നേക്കാൾ ഇവിടെ വലുതാണെന്ന് ചെക്ക് ചെയ്യുക. അവിടേക്ക് അങ്ങനെയാണെങ്കിൽ മാത്രമേ പ്രോബബിലിറ്റി ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ കേട്ടോ. ഡിഫറൻസ് 3ഉം സമ്മ് 2ഉം പോസിബിൾ അല്ലല്ലോ. ഡിഫറൻസ് 3ഉം സമ്മ് 2ഉം. സമ്മ് 2 വരണമെങ്കിൽ 1 + 1, അത് പോസിബിൾ അല്ല. സമ്മ് 3 വരിക എന്ന് പറയുമ്പോൾ 2 + 1ഉം 1 + 2ഉം. പക്ഷെ എൻ്റെ ഡിഫറൻസ് 3 അല്ല, അവിടെയും 0. അടുത്ത സമ്മ് 4 വരിക എന്ന് പറയുമ്പോൾ 3 + 1, പിന്നെ അതേപോലെ എന്താ 2 + 2. ഇവിടെ ഒരിക്കലും ഡിഫറൻസ് 3 കിട്ടില്ല, അതും 0. അടുത്തത് എന്തോരം? സമ്മ് 5ഉം ഡിഫറൻസ് 3ഉം. സമ്മ് 5 എന്ന് പറയുമ്പോൾ 1 + 4, ഡിഫറൻസ് 3 വരുമല്ലോ അല്ലെ? 1 + 4 5 വന്നു. 1 - 4 എന്ന് പറയുന്നത് അബ്സല്യൂട്ട് എടുക്കുമ്പോൾ 3 വന്നു. അപ്പൊ 1 + 4ഉം വരും, 4 + 1ഉം വരും. 2/36. അടുത്തത് വരുന്ന 0. നെക്സ്റ്റ് വൺ 2/36.
അടുത്തത് 8th വണ്ണിന് കറസ്പോണ്ടിങ് 0, 9th വണ്ണിന് കറസ്പോണ്ടിങ് 2/36 0 0 0. ഓക്കെ, അപ്പം നിങ്ങളിങ്ങനെ ഓരോന്നും ചെയ്തു നോക്കുക എങ്ങനെയൊക്കെയാണ്. ഏകദേശം കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെ ഈ ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ഒരേ പാറ്റേൺ തന്നെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, പക്ഷേ എന്നും പറഞ്ഞ് ചെക്ക് ചെയ്യാതെ പോകരുത്. അടുത്ത 4ഉം 2 വരിക പോസിബിൾ അല്ല. സമ്മ് 3ഉം ഡിഫറൻസ് 4ഉം വരിക പോസിബിൾ അല്ല. സമ്മ് 4ഉം ഡിഫറൻസ് 4ഉം വരിക എന്നുള്ള പോസിബിൾ അല്ല. സമ്മ് 4 പറഞ്ഞാൽ 2 2 അല്ലെങ്കിൽ 3 1, അവിടെ ഒരിക്കലും ഡിഫറൻസ് 4 വരില്ല. സമ്മ് 4ഉം ഡിഫറൻസ് അല്ല, സമ്മ് 5ഉം ഡിഫറൻസ് 4ഉം. സമ്മ് 5 എന്ന് പറയുമ്പോൾ 3 + 2 അല്ലെ 4 + 1, ഏറ്റവും വരാൻ പറ്റുന്ന 4 + 1. ഇതിന്റെ ഡിഫറൻസ് എടുത്താൽ തന്നെ 3 വരത്തുള്ളൂ, അതും പോസിബിൾ അല്ല. അടുത്തത് സമ്മ് 6 വരിക, ഡിഫറൻസ് 4 വരാം. നമുക്ക് 4 + 2 വരാം. 5 + 1 പറ്റുമല്ലോ. 5 + 1ഉം 1 + 5ഉം ഇതിന്റെ സമ്മ് 6 അല്ലേ. ഇതിന്റെ ഡിഫറൻസ് എടുത്താൽ എന്തോരും? 5 - 1 എന്താണ്? 4. അപ്പൊ രണ്ട് കേസ് ഉണ്ട്. 2/36. അടുത്ത 0, നെക്സ്റ്റ് 2/36. പിന്നുള്ളതൊന്നും പോസിബിൾ അല്ല. നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളത്. നെക്സ്റ്റ് വൺ, ഡിഫറൻസ് 5ഉം സമ്മ് 2ഉം പോസിബിൾ അല്ല. ഡിഫറൻസ് 5 വരിക എന്ന് പറയുമ്പോൾ ആകെപ്പാടെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, 6ഉം 1ഉം വരിക, അല്ലെങ്കിൽ 1ഉം 6ഉം വരിക. എന്നാലേ ഡിഫറൻസ് 5 വരത്തുള്ളൂ. അപ്പം ഇവിടെ എന്താ, 7ന് നേരെ മാത്രമേ രണ്ട് ഓപ്ഷൻ വരാൻ ചാൻസ് ഉള്ളൂ. ബാക്കി എവിടെയും ഡിഫറൻസ് 5 വരില്ല. സോ ബാക്കിയെല്ലാം നിങ്ങളങ്ങ് 0 കൊടുത്തേക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ടേബിൾ കംപ്ലീറ്റ് ആക്കണം. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ എന്താ? x = 4 intersection y = 2. അപ്പൊ എന്താണ് ഫസ്റ്റ് വൺ? പ്രോബബിലിറ്റി ഓഫ് x = 4 intersection y = 2. എന്ന് വെച്ചാൽ എന്താണ്? എക്സിന് 4ഉം വൈക്ക് 2ഉം ഒരുമിച്ച് വരിക. സോറി, ഓക്കെ, എക്സ് 4ഉം y 2 വരുമ്പോഴുള്ള പ്രോബബിലിറ്റി എന്താ? x4 ഇവിടെ, y2 വരുമ്പോൾ ഇവിടെ, രണ്ടിൻ്റെ കൂടെ എന്താണ്? 2/36. അപ്പൊ നമ്മൾ അത് എഴുതുന്നു 2/36. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? x = 8, y greater than or equal to 8. Next one, probability of x = 8. ഇവിടെ intersection, sorry, y greater than or equal to 3 ആക്കി കേട്ടോ. ഓക്കെ, 3 greater than or equal to 2 or 3. ദിസ് ഇസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അല്ലേ? 3 ആക്കിക്കോ. 2 ആയി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പ്രോബ്ലംസ്, ഒത്തിരി മീൻസ് 1-2 ഡേറ്റയോടെ കൂടുതൽ വരും. ഇവിടെ ആകുമ്പോൾ കുറച്ച് ഡേറ്റയെ വരാൻ പോകുന്നുള്ളൂ. അപ്പൊ x = 8. അപ്പൊ y greater than or equal to ആണ്. y-യുടെ വാല്യൂ 3 തന്നെ വരണം. x 8 തന്നെ ആയിരിക്കണം, മസ്റ്റ് ആണ്. പിന്നെ y-ക്ക് 3 വരാം. അടുത്ത എന്താ? x 8 തന്നെ അല്ലേ, ചേഞ്ച് ഒന്നുമില്ല. x എപ്പോഴും 8 ആയിരിക്കണം. y-ക്ക് greater than or equal to 3. അടുത്ത y-ക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂ 4 എടുക്കാം. പ്ലസ് ഇനി x സ്റ്റിൽ 8 തന്നെ, y-ക്ക് എടുക്കാൻ പറ്റുന്ന അടുത്ത വാല്യൂ 5. 2 വന്നു കഴിഞ്ഞാൽ greater than or equal to 2 എന്നാണെങ്കിൽ ഒരെണ്ണൂടെ വരും, 2 വരും. പിന്നെ ഒരെണ്ണം കുറച്ച് കുറയട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തു പോയത്. അപ്പൊ x = 8ഉം y 3ഉം വരുന്നതിന്റെ പ്രോബബിലിറ്റി. x 8ഉം y 3ഉം, x 8ഉം y 3 എന്ന് പറയുമ്പോൾ 0. ഇനി x 8ഉം y 4 എന്ന് പറയുമ്പോൾ എന്താണ്? 2/3. x 8ഉം y 5 എന്ന് പറയുമ്പോൾ എന്താണ്? 0. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എല്ലാ പ്രോബബിലിറ്റിയോട് ആഡ് ചെയ്യാം. 0 പ്ലസ് 2/3 അല്ലാണ്, 2/36 പ്ലസ് 0. ദാറ്റ്സ് ഈക്വൽ ടു 2/36. അടുത്തത് p of x less than y. p of x less than y എന്ന് പറയുമ്പോൾ y-യുടെ വാല്യൂ ആയിരിക്കണം കൂട്ടത്തിൽ ഗ്രേറ്റർ. അപ്പൊ x-ന് എടുക്കാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ, x എന്തായിരുന്നു? 2 3 എക്സെട്ര 12 വരെ അല്ലേ. y-ക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്താണ്? 0 ഉണ്ടായിരുന്നു. 0 up to 5 വരെ. അപ്പൊ x-ന് എടുക്കാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ എടുത്തു 2. കൂട്ടത്തിൽ y ഗ്രേറ്റർ ആയിരിക്കണമെന്ന് റൂൾ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതെടുക്കാം. y-ക്ക് എടുത്ത വാല്യൂ 3 അല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ. y-യുടെ 0 കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. 2ഉം 0യുടെ എടുക്കുകയാണെങ്കിൽ നേരെ ഇങ്ങനെ ആയിരിക്കും, 2 greater than 0 വരുന്നത്. അപ്പൊ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല.
അടുത്തത് ഇനി എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂ ഇതാ 3 പോസിബിൾ ആണ്. y എക്സിനേക്കാൾ വലുതായിരിക്കണം. അപ്പൊ നമുക്ക് 4 കൊടുക്കാം. സോറി, നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത 2x സ്റ്റിൽ 2 തന്നെ, yക്ക് അടുത്ത വാല്യൂ 4. ഇവിടെയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ. അടുത്തത് x 2 തന്നെ, yക്ക് 5 എടുക്കാം. y മാക്സിമം 5 വരെയല്ലേ പോകാൻ പറ്റൂ, അതവിടെ കഴിഞ്ഞു. ഇനി അടുത്ത എന്താ, എക്സിന് 3 കൊടുക്കാം, yക്ക് 4 കൊടുക്കാം. ദെൻ എക്സിന് 3 കൊടുക്കാം, yക്ക് 5 കൊടുക്കാം. yക്ക് പിന്നെ കൂടുതൽ വാല്യൂസ് ഒന്നും ഇല്ലല്ലോ. അടുത്ത എക്സിന് പോസിബിൾ ആയിട്ടുള്ള ഏതാ, എക്സിന് 4 കൊടുക്കാം, yക്ക് 5 കൊടുക്കാം. ഇനി എക്സിന് 5 കൊടുക്കാം, പക്ഷെ yക്ക് 5നേക്കാൾ വലിയ വാല്യൂസ് ഒന്നും ഇല്ല. y എന്ന് പറഞ്ഞ 5 കൊണ്ട് എൻഡ് ചെയ്തു. അപ്പൊ നമുക്ക് ഇത്ര തന്നെ പോസിബിൾ ആകത്തുള്ളൂ. ദെൻ നേരെ പഴയ ചാർട്ടിലോട്ട് പോവാ. 2, 3ക്ക് കറസ്പോണ്ടിങ് ഉള്ള പ്രോബബിലിറ്റി നോക്കുക. x2 എന്ന് പറയുമ്പോൾ this one, y3 എന്ന് പറയുമ്പോൾ ഇവിടെ കുറേയൊക്കെ 0 ആയി പോകും കേട്ടോ. അങ്ങനെ 2, 3 എടുത്തു, അടുത്ത 3, 4 എടുത്തു, 4, 5 എടുത്തു. അങ്ങനെ ഓരോ കോമ്പിനേഷൻസും നോക്കുക, അതിന്റെ പ്രോബബിലിറ്റി നോക്കുക. ഇനി ഫൈനൽ ആൻസർ 0 ആയിട്ടോ വരിക. അപ്പോൾ ഓരോന്നും എടുത്ത് എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ ഫൈനൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, ഓക്കെ ആണോ എന്നൊന്ന് നോക്കുക. ഏതിനേലും കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ പ്രോബ്ലംസ് എല്ലാം കഴിഞ്ഞു. PMFന്റെ കേട്ടോ, ഇനി PDF-ന്റെ വരാനുണ്ട്. ഇനി അടുത്ത വരുന്നത് ജോയിൻ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ജോയിൻ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ വരെ നമ്മൾ കഴിഞ്ഞോളൂ. ഇനിയുള്ള ജോയിൻ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.